നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ദ്വിരാഷ്ട്ര പരിഹാരം സജീവമാക്കുന്നതിനായി തിങ്കളാഴ്ച UN പൊതുസഭ ചേരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഗാസ സിറ്റിയിൽ ഒഴിപ്പിക്കൽ നടപടികൾ കടുപ്പിച്ച് ഇസ്രായേൽ സൈന്യം. ഫ്രാൻസ് ഉൾപ്പെടെ 10ഓളം പാശ്ചാത്യ രാജ്യങ്ങൾ പൊതുസഭയിൽ പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് 2 വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ ഇനിയും ലക്ഷക്കണക്കിന് ആളുകളാണ് പട്ടിണിയോട് പൊരുതി ഗാസ സിറ്റിയിലുള്ളത്. നഗരത്തിലെ പ്രധാന ആശുപത്രികളിലൊന്നായ ജോർദാനിയൻ ഹോസ്പിറ്റലും ഒഴിയണമെന്ന് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടതായി പാലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു. രോഗികളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെ 300ഓളം പേരാണ് ആശുപത്രിയിലുള്ളത്. ഗാസ സിറ്റിയിലെ ഹമാസുകാരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ ഈ മാസം 16-നാണ് ഇസ്രായേൽ കരയാക്രമണം തുടങ്ങിയത്. 65,000-ലധികം പേരാണ് ഇതുവരെ ഗാസയിൽ മരിച്ചത്. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇറ്റലിയിൽ തിങ്കളാഴ്ച വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ പണിമുടക്ക് നടത്തി. തീവണ്ടി ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും സ്കൂളുകൾ, തുറമുഖം എന്നിവയും പണിമുടക്കിൽ പങ്കാളികളായി. പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ തീരുമാനത്തിന് ഐക്യദാർഢ്യവുമായി ടൗൺ ഹാളുകളിൽ തിങ്കളാഴ്ച ഫ്രഞ്ച് മേയർമാർ പാലസ്തീൻ പതാക ഉയർത്തി. സമാധാനത്തിനായുള്ള ചരിത്ര ദിവസമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്. UN പൊതുസഭയിൽ ഫ്രാൻസ് ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കും. യൂറോപ്പിൽ ഏറ്റവും അധികം മുസ്ലിങ്ങളും ജൂതരും പാർക്കുന്ന രാജ്യമായതിനാൽ പാലസ്തീൻ പതാക ഉയർത്തരുതെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലംഘിച്ചാണ് 21 ടൗൺ ഹാളുകളിൽ ഐക്യദാർഢ്യ പ്രകടനം നടന്നത്.